എനിക്ക് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആയിരുന്നില്ല. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇനി ചെറിയൊരു ലോജിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ച സമയത്ത് ഒരു എക്സ് ആക്സിസ് ഉണ്ടായിരുന്നു, വൈ ആക്സിസ് ഉണ്ടായിരുന്നു, കുറെ ഫോഴ്സസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ്, വേറെ എങ്ങനെ ഒരു ഫോഴ്സ്, 2-3 ഫോഴ്സ് ഉണ്ട്. അതിനെ കമ്പോണന്റ് ഒക്കെ ആക്കി എടുത്തു നമ്മൾ. സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സിനെയും എഴുതി. അതേപോലെ തന്നെ സിഗ്മ എഫ് ഓഫ് വൈ എന്ന് വെച്ചാൽ എല്ലാ വൈ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സിനെയും എഴുതി. എന്നിട്ട് ഒടുവിൽ നമുക്ക് റിസൾട്ടന്റ് ഒക്കെ കിട്ടി, R കിട്ടി, ആംഗിളൊക്കെ മനസ്സിലാക്കിയ ശേഷം നമ്മൾ വീണ്ടും ഒരു ഗ്രാഫ് വരക്കുന്നു. എന്നിട്ട് സിഗ്മ എഫ് ഓഫ് എക്സ് തൽക്കാലം എനിക്ക് ഇങ്ങനെ കിട്ടിയെന്നായിരിക്കും, ഇങ്ങോട്ടേക്ക്. അതേപോലെ തന്നെ സിഗ്മ എഫ് ഓഫ് വൈ തൽക്കാലം എനിക്ക് താഴത്തേക്കാണ് കിട്ടിയെന്നായിരിക്കും. സിഗ്മ എഫ് ഓഫ് വൈ, സിഗ്മ എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാരലോഗ്രാം ലോ ഒക്കെ വെച്ചിട്ട് ലാസ്റ്റ് ഇത് മാർക്ക് ചെയ്യും. നമ്മളെ റിസൾട്ടന്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണെന്നൊക്കെ അങ്ങനെ തീറ്റയും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാൻ വേറെ ഇതിൻ്റെ അകത്ത് ചെറിയൊന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടി പോവാണേ. ഇത് നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ രീതിയിലൊന്ന് മാറ്റി പിടിക്കുകയാണ് ഇതിനെ. എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ്, വൈ ആക്സിസ് ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളണേ. എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് സാധാരണ ഇവിടെ എനിക്ക് കിട്ടിയത് കുറച്ചൊരു ആംഗിളിലൊക്കെ ആയിരുന്നു. അതിനർത്ഥം ഒരു സിഗ്മ എഫ് ഓഫ് വൈ ഉണ്ട്, സിഗ്മ എഫ് ഓഫ് എക്സിനും ഒരു വാല്യൂ ഉണ്ട് എന്നാണ് അല്ലേ. നമുക്ക് എപ്പോഴും 2 വാല്യൂസ് കിട്ടലുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 60, ഇവിടെ ഒരു 50 അങ്ങനെയൊക്കെ കിട്ടലുണ്ട്. -50 എന്നാണല്ലേ താഴത്തേക്ക്. അപ്പോൾ 60, 50 എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അങ്ങനെയാണ് എനിക്ക് റിസൾട്ടന്റിന് വേറെ ഒരു തൽക്കാലം 70 കൺസിഡർ ചെയ്താൽ മതി. ഞാൻ വെറുതെ ഒരു വാല്യൂ എടുത്തിട്ട് ഉണ്ടാവുന്നത്. എനിക്ക് പക്ഷെ കിട്ടുന്ന അന്നേരത്താണ് എനിക്ക് ഒരു ആംഗിളിൽ ഒരു റിസൾട്ടന്റ് കിട്ടുക. അതിന് പകരം എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് ഇങ്ങനെയാണ്. അത് ഞാൻ പ്രോബ്ലം ഒക്കെ ചെയ്തു നോക്കുമ്പോഴേക്ക് എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് R ഇങ്ങനെയാ വന്നു. അതിനർത്ഥം എന്താണ്? എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് കറക്റ്റ് ഒരു ആക്സിസ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കുമ്പോഴേക്ക് എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് ഒരു ആക്സിസ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ എന്താ ഉള്ളത്? സിഗ്മ എഫ് ഓഫ് വൈ ആണ് എനിക്ക് എത്ര ഒരു വാല്യൂ കിട്ടുന്നത്, അതാണ്. ഇതിനർത്ഥം എന്താ? സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? ചിന്തിച്ചോ, തലയൊക്കെ ഒന്ന് കുലുക്കിയിട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കിങ്ങനെ ആംഗിളിലായ സമയത്ത് എന്ത് സംഭവിച്ചു? എഫ് ഓഫ് എക്സിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, എഫ് ഓഫ് വൈക്ക് ഒരു വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പാരലോഗ്രാം ലോ ഒക്കെ വെച്ചിട്ട് റിസൾട്ടന്റ് കിട്ടി. പക്ഷെ ഞാൻ ചെയ്തു വന്നപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് എന്ന് വെച്ചാൽ ഒരു ആക്സിസിലേക്ക് കണക്കായിട്ടാണ്. അതിനർത്ഥം ഈ ആക്സിസിൽ വരുന്ന വാല്യൂ എന്തായാലും സിഗ്മ എഫ് ഓഫ് വൈ ആയിരിക്കുമല്ലോ. അതിനർത്ഥം സിഗ്മ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? മൂവാതിന് സിഗ്മ എഫ് ഓഫ് എക്സ് 0 ആയതുകൊണ്ടല്ലേ അതിന്റെ വാല്യൂസ് ഇല്ലാത്തത് അല്ലേ. സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരുന്നു. സിഗ്മ എഫ് ഓഫ് വൈ ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഒരു വാല്യൂസ് കിട്ടിയത്. ഇനി വേറൊരു ലോജിക്കും കൂടി പറയാം. പഠിക്കണ്ട, ഈ ലോജിക്ക് നിങ്ങളെ തലയിൽ ഞാൻ ഒന്തി കയറ്റിയിരിക്കും. വീണ്ടും ഞാനൊരു എക്സ് ആക്സിസ് ഒരു വൈ ആക്സിസ് ഒക്കെ എടുക്കുകയാണ്. എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്.
റിസൾട്ടന്റ് ഞാൻ എല്ലാം കൂടി കഴിഞ്ഞ് എനിക്ക് കിട്ടിയ റിസൾട്ടന്റ് എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്കാണ്. അതിനർത്ഥം ഇവിടെ എന്താ ഉള്ളത്? സിഗ്മ എഫ് ഓഫ് എക്സിന് എന്തോ ഒരു വാല്യൂ ഉണ്ട്. സിഗ്മ എഫ് ഓഫ് വൈ ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇല്ല, ഒന്നുമില്ല. എന്നുവെച്ചാൽ സിഗ്മ എഫ് ഓഫ് വൈ 0 ആയിരിക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും. ലോജിക്കിലേക്ക് കൊണ്ടുവരാം. മനസ്സിലായോ? ചെറിയൊരു സ്പാർക്ക് ആയിരിക്കും കത്തി തുടങ്ങിയ ഒരു കുഞ്ഞ് സ്പാർക്ക്. ആ 2-3 ആൾക്കാർക്കൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ഇക്കാലം ഒരു വാല്യൂസ് ഇട്ടിട്ട് ഞാനൊരു പ്രോബ്ലം പോലെ തന്നെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കയ്യിൽ നിന്ന് എടുത്തിരുന്ന വാല്യൂ ആണ്. ചിലപ്പം ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവില്ല എന്ന് പറയുന്ന പോലെയാണ്. എനിക്കൊരു ഫോഴ്സ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഫോഴ്സ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഫോഴ്സ് ഒരു 2 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് 30 ഡിഗ്രിയിലാണ്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഫോഴ്സ് തന്നിട്ടുണ്ട്, ഇതേപോലെ തന്നെ 2 കിലോ ന്യൂട്ടന്റെ വേറൊരു ഫോഴ്സ്, അതും ആക്ട് ചെയ്യുന്നത് 30 ഡിഗ്രിയിലാണ്. ഇപ്പൊ 2 ഫോഴ്സ് ആയല്ലോ. ഇതിന്റെ ഒന്ന് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാലോ. അപ്പൊ നമുക്ക് ഇപ്പം പറഞ്ഞ ലോജിക്ക് പിടികിട്ടിക്കോളും. അപ്പൊ ഒന്നാമത്തെ ഫോഴ്സ് ഞാൻ ഇതാന്ന് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഫോഴ്സ്. അല്ലെ നിങ്ങൾക്ക് ഇതായിട്ട് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് എടുക്കുന്ന ഒരു ഫോഴ്സ് ഞാൻ ഏതെങ്കിലും ഒന്നിനും എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 2 കമ്പണന്റ് എന്തൊക്കെയായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ഒരു ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ഒരു ഫോഴ്സ് മുകളിലോട്ടേക്ക് ഉണ്ടാവും അല്ലേ? അപ്പൊ ഈ ഫോഴ്സിന്റെ പേരെന്തായിരിക്കും? 2. ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി, അതുകൊണ്ട് കോസ് ആയിരിക്കും അവിടെ വന്നിരിക്കുക. കോസ് 30 ഇവിടെ മുകളിലേക്ക് 2 സൈൻ 30. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഫോഴ്സിനെ ഞാൻ ഇതാക്കാം, റിസോൾവ് ചെയ്യാം. അപ്പൊ എനിക്ക് 2 ഫോഴ്സ് കിട്ടും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 കോസ് 30 തന്നെ, കാരണം ആംഗിൾ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് താഴത്തേക്കോ 2 സൈൻ 30. പിന്നെ നമുക്ക് സിഗ്മ എഫ് ഓഫ് എക്സും സിഗ്മ എഫ് ഓഫ് വൈയും കണ്ടുപിടിക്കാം. സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 എണ്ണമാണ്. ഒന്ന് ഈ പച്ച കളറിൽ എഴുതിയത് 2 കോസ് 30, അത് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് തന്നെയാണല്ലോ, അതുകൊണ്ട് 2 കോസ് 30. രണ്ടാമത്തെ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ 2 കോസ് 30 തന്നെ. അപ്പൊ ഞാൻ പ്ലസ് 2 കോസ് 30 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും അതിന്റെ ഉത്തരം? രണ്ട് കോസ് 30 പ്ലസ് 2 കോസ് 30 എന്ന് വെച്ചാൽ എത്ര കിട്ടും? ഞാനിത് കയ്യിൽ നിന്ന് എടുത്തിട്ട ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ ഉത്തരം അറിയില്ല. നിങ്ങൾ പറഞ്ഞു തരാണ്ട് എനിക്ക് അറിയാനേ പറ്റില്ല. ഓക്കെ, 3.46 അപ്പൊ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അത്രയും കിലോ ന്യൂട്ടൺ. അതേപോലെ സിഗ്മ എഫ് ഓഫ് വൈ എടുക്കുന്നു. വൈ ഈക്വൽ ടു ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ട് 2 സൈൻ 30, മുകളിലേക്കാണ്, അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് 2 സൈൻ 30. പിന്നെ അടുത്ത ഫോഴ്സ് എടുക്കുന്ന സമയത്ത് താഴത്തേക്കാണ്, അതുകൊണ്ട് മൈനസ് വരും, മൈനസ് 2 സൈൻ 30 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 2 സൈൻ 30 മൈനസ് 2 സൈൻ 30 എന്ന് വെച്ചാൽ 0. അതിന് കാൽക്കുലേറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, 0 കിലോ ന്യൂട്ടൺ. ഇനി ഇതിന്റെ റിസൾട്ടന്റ് ഞാൻ വരക്കാണേ. റിസൾട്ടന്റ് ഞാനിപ്പോ ഇവിടെ വരയ്ക്കേണ്ടത് കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഞാൻ വരക്കുന്നുണ്ട്. മൊത്തം ഇതിന്റെ റിസൾട്ടന്റിന്റെ ഒക്കെ ഫിഗർ ഞാൻ വരക്കാൻ വേണ്ടി പോവാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എനിക്ക് കിട്ടിയ സിഗ്മ എഫ് ഓഫ് എക്സിന് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു 3.46. പോസിറ്റീവ് വാല്യൂ ആണ്, അതുകൊണ്ട് ഒറിജിനിന്റെ അകത്തുനിന്ന് റൈറ്റിലേക്കായിരിക്കും പോവാ. ഓക്കെ, ആണ് സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
3.46 കിലോ ന്യൂട്ടൺ. സിഗ്മ എഫ് ഓഫ് വൈ എന്തായാലും ഉത്തരം കിട്ടിയത് 0 കിലോ ന്യൂട്ടൺ ആണ്. എന്ന് വെച്ചാൽ അതിനർത്ഥം അത് എവിടത്തേക്കും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. വൈ ഡയറക്ഷനിൽ 0 ആണ്, ഒന്നുമില്ല. ഓക്കെ, റിസൾട്ടന്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഓഫ് വൈന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സ് 3.46ന്റെ സ്ക്വയർ പ്ലസ് 0ന്റെ സ്ക്വയർ. എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എന്ത് തന്നെയായിരിക്കും? 3.46 തന്നെയല്ലേ? 0ന്റെ സ്ക്വയർ 0 തന്നെയാണ്, അതുകൊണ്ട് അതിനെ നമുക്ക് ആവശ്യമില്ല, അതിനെ നമുക്ക് കളഞ്ഞു. പിന്നെ 3.46ന്റെ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എന്ന് വെച്ചാൽ 3.46 തന്നെ. ഇപ്പൊ റിസൾട്ടന്റിന്റെ വാല്യൂ എന്തും സെയിം ആണ്, സിഗ്മ എഫ് ഓഫ് എക്സിന്റെയും വാല്യൂ സെയിം ആണ്. സോ ഈ സിഗ്മ എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും എന്തെന്ന് റിസൾട്ടന്റ്, വിച്ച് ഈസ് ഈക്വൽ ടു 3.46. ആംഗിൾ ഒന്നുമില്ല, ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം എനിക്കറിയാം എന്തെന്ന് ടാൻ തീറ്റ. ആംഗിൾ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് സിഗ്മ എഫ് ഓഫ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഓഫ് എക്സ് ആണ്. ഈസ് ഈക്വൽ ടു വൈ 0 ആയിരുന്നു, ഡിവൈഡ് ബൈ 3.46. കണ്ടുപിടിക്കാൻ പറ്റില്ല, അത് ആംഗിൾ നമുക്ക് ആവശ്യമില്ല, ആംഗിൾ ഇല്ല, അതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ പിടിക്കാം. അതായത് ഇപ്പൊ ഈ ഫിഗറിന്റെ അകത്ത് അവസ്ഥ ആലോചിക്കുക, റിസൾട്ടന്റ് പോകുന്നത് ഇങ്ങനെയാണ് അല്ലെ? അതിനർത്ഥം സിഗ്മ എഫ് ഓഫ് എക്സ് ഉണ്ട്, എഫ് ഓഫ് എക്സ് ആണത്. സിഗ്മ എഫ് ഓഫ് വൈ എന്താണ്? 0 അല്ലെ? ഇതല്ല ഇതിന്റെ അർത്ഥം. ഞാൻ അതിന് പ്രൂഫ് സഹിതം ഇവിടെ ചെയ്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. സിഗ്മ എഫ് ഓഫ് എക്സിന് ഒരു വാല്യൂ ഉണ്ടായിരുന്നു, സിഗ്മ എഫ് ഓഫ് വൈന്റെ വാല്യൂ 0 ആയിരുന്നു. റിസൾട്ടന്റ് എടുത്തെടുത്ത് എനിക്ക് കിട്ടിയ സിഗ്മ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ തന്നെയാണ്. അതായത് നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ സിഗ്മ എഫ് ഓഫ് എക്സ് ആദ്യം വരക്കും, അത് വരച്ചു, 3.46 മാർക്ക് ചെയ്തു. സിഗ്മ എഫ് ഓഫ് വൈ 0 ആയതുകൊണ്ട് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ വന്നു പോകും അല്ലേ? അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റിന്റെ വാല്യൂ എനിക്ക് കിട്ടിയത് 3.46 തന്നെ. അതായത് മൊത്തത്തിൽ ഇൻ ടോട്ടൽ നമുക്ക് എന്താ പറയാ, സിഗ്മ എഫ് ഓഫ് എക്സ് ഉണ്ട്, സിഗ്മ എഫ് ഓഫ് വൈ 0 ആണ്. ഈ ഒരു ലോജിക്ക് പിടികിട്ടി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് നമ്മളുടെ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പറ്റും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. അതിന് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ ഉണ്ടാ? ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ ഒരു പ്രോബ്ലത്തിലേക്ക് വരിക. പ്രോബ്ലം കാണുന്ന സമയത്ത് കുറച്ച് വലുപ്പമൊക്കെ കാണും, മൈൻഡ് ആക്കണ്ട. എത്ര വലുതായാലും നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ, ഇംഗ്ലീഷ് വായിച്ചിട്ട് പോയാൽ നമ്മൾ പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മെല്ലെ നീങ്ങാം. എ പാർട്ടിക്കിൾ പൊസിഷൻഡ് അറ്റ് ഓ. ഓ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു പാർട്ടിക്കിൾ ഉണ്ട്. പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വസ്തു, എന്തോ ഒരു ചെറിയ വസ്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഓ കാണാൻ പറ്റും, മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഓ ഉണ്ട്. ഓ എന്ന് പറഞ്ഞ ഈ പാർട്ടിക്കിൾ നിൽക്കുന്ന സ്ഥലത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ 3 ഫോഴ്സസ്. അവിടെ ആരൊക്കെ ഉണ്ട്? 3 ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. സംശയം ഉണ്ടെന്ന് നോക്കിക്കോ ചിത്രത്തിലേക്ക്. ചിത്രത്തിൽ നമുക്ക് 3 ഫോഴ്സസ് കാണിച്ചിട്ടുണ്ട്. 20 കിലോ ന്യൂട്ടൺ, പിന്നെ ഒരു പി എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ്, പിന്നെ ഒരു 30 കിലോ ന്യൂട്ടൺ. ഓക്കെ, 3 ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. 3 ഫോഴ്സസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഫിഗർ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ വാല്യൂ ഓഫ് ഫോഴ്സ് പി. പി കണ്ടുപിടിക്കണം, പി എനിക്കറിയില്ല. സച്ച് ദാറ്റ് ദ റിസൾട്ടന്റ് ഓഫ് 3 ഫോഴ്സസ് ഈസ് ഹൊറിസോണ്ടൽ. എങ്ങനെയാ പറഞ്ഞിട്ടുണ്ട്? പി കണ്ടുപിടിക്കണം, പക്ഷെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. അപ്പൊ ഹൊറിസോണ്ടലും വെർട്ടിക്കലും, ഹൊറിസോണ്ടലും 2 വാക്കുകളുണ്ട്, അറിയായിരിക്കും എല്ലാവർക്കും. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്, വെർട്ടിക്കൽ എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഓക്കെ,
ഇതെങ്ങനെ മനസ്സിലായാലും ഹൊറിസോണ്ടൽ ഏതാ വെർട്ടിക്കൽ ഏതാന്ന്? എക്സ് ആക്സിസ് ആണോ ഹൊറിസോണ്ടൽ, വൈ ആക്സിസ് ആണോ ഹൊറിസോണ്ടൽ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണോ? എക്സ്, അതന്നെ എക്സ് ആണ്. ഇപ്പൊ ചെറിയൊരു കൺഫ്യൂഷൻ വന്നില്ലേ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ് ശരിക്കും സംഭവം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് വന്നതാണ്. നമ്മളെ പട്ടി ഉണ്ടല്ലോ, പട്ടി, നായി, പട്ടി, പൂച്ച അല്ലെങ്കിൽ പശു, ഇങ്ങനത്തെ ഏത് സാധനത്തിൻ്റെയും, ഏതൊരു മൃഗത്തിൻ്റെ, ഇത് മൃഗാണെന്ന് വിചാരിക്കും, അതിന് 4 കാലൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ വാലെപ്പോഴും എവിടെ ഉണ്ടാവുക? ഒന്നിക്ക് താഴത്തേക്ക് അല്ലെങ്കിൽ ഇത്ര മുകളിലോട്ടേക്ക്. വാലെപ്പോഴും ഉണ്ടാവുക ഇങ്ങനെയായിരിക്കും, ഒന്നിക്കിൽ താഴത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് മടക്കി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. മിക്കവാറും പശുവിൻ്റെ ഒക്കെ വാലൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അത് വാല് വരുന്നത് വി വെച്ചിട്ടുള്ള വാക്കാണ്, വാല് വരുന്നത്. അപ്പൊ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒന്നിക്കൽ മുകളിലോട്ടേക്കായിരിക്കും അല്ലെ താഴത്തേക്കായിരിക്കും. വി വി വെർട്ടിക്കൽ, വാല് രണ്ടും വി ആണ്. വെർട്ടിക്കൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? മുകളിലോട്ടേക്ക് അല്ലെ താഴത്തേക്ക്, അതായത് വൈ ആക്സിസ്. സ്വാഭാവികമായിട്ട് ഹൊറിസോണ്ടൽ എന്തായിരിക്കണം? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം. പൊടി കിട്ടിയ സിമ്പിൾ ലോജിക്കാണ്. നമ്മള് വി വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ വി ആണ് വരുന്നത്. വെർട്ടിക്കൽ വാല് ആലോചിക്കുക. വാല് എന്ന് പറയുമ്പോൾ എപ്പോഴും താഴത്തേക്ക് പോലെ മുകളിലോട്ടേക്ക് ആയിരിക്കും ഉണ്ടാവുക. ഏതൊരു മൃഗത്തിൻ്റെയും കുത്തനെ ഒരു സ്ഥലത്ത് ഒരു മൃഗത്തിൻ്റെയും വാല് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ടാ പട്ടീൻ്റെ വാല് എത്ര കാലം കുഴലിട്ടാലും നേരെ നിൽക്കില്ല എന്നൊക്കെ പറയില്ല. അപ്പൊ വാല് വെർട്ടിക്കൽ, അത് വെച്ച് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എന്ത് കിട്ടും? വെർട്ടിക്കൽ ഏതാ ഹൊറിസോണ്ടൽ ഏതാന്ന് കിട്ടും. ഞാൻ വൃത്തിയായിട്ടൊരു ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്, കാണാനൊന്നും ഭംഗിയില്ല, അതുകൊണ്ട് ഞാൻ മായ്ച്ചളഞ്ഞു. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താ? 3 ഫോഴ്സസ് ഉണ്ട്, ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സും നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഈ 3 ഫോഴ്സിന്റെ അകത്ത് നിന്ന് പി കണ്ടുപിടിക്കണം. പി എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്താ ഒരു പരിപാടി വന്നിട്ടില്ല. ദ റിസൾട്ടന്റ് ഓഫ് 3 ഫോഴ്സസ് ഈസ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ അപ്പം തന്നെ നമ്മൾ വെർട്ടിക്കലിനെ പറ്റി ചിന്തിക്കുക. വെർട്ടിക്കൽ വാല്, അതായത് വൈ ആക്സിസ്. നടക്കില്ല, വൈ ആക്സിസിലല്ല. അതായത് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലായിരിക്കണം. എക്സ് ആക്സിസിൽ മാത്രമേ എന്തുള്ളൂ? നമ്മളുടെ റിസൾട്ടന്റ് കിടക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു സാധനത്തിന് വാല്യൂ ഉണ്ട്. സിഗ്മ എഫ് ഓഫ് വൈൻ്റെ വാല്യൂ എന്തായിരിക്കും? വൈ എന്ന് പറഞ്ഞ സാധനം ഇല്ല, 0ആണ്. ഇതല്ല അതിൻ്റെ അർത്ഥം. എക്സ് ആക്സിസ് കൂടെയാണ് എന്ത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ റിസൾട്ടന്റ് പോകുന്നത്. വൈ ആക്സിസ് കൂടെ പോകുന്നേ ഇല്ല. അതിനർത്ഥം സിഗ്മ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു വാല്യൂ ഉണ്ട്, സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0ആണ്. ഓക്കെ, ഇത്രേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പിന്നെ വാട്ട് ഷുഡ് ബി ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോർത്ത് ഫോഴ്സ്, അത് പിന്നെ പഠിക്കാനില്ലാണ്, അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്, ആദ്യം പറഞ്ഞത് പി എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ വാട്ട് ഷുഡ് ബി ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫോർത്ത് ഫോഴ്സ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഒ. ആ ഓയിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു 4ാമത്തെ ഫോഴ്സ് അലോങ് വിത്ത് ഗിവൺ 3 ഫോഴ്സസ്. ഈ തന്നിരിക്കുന്ന 3 ഫോഴ്സിന്റെ കൂടെ ഒരു 4ാമത്തെ ഫോഴ്സ് നമ്മൾ ഇടുകയാണ്. ടു കീപ് പാർട്ടിക്കിൾ ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും അനങ്ങാത്ത രീതിയിൽ നിൽക്കണം അവസാനം. നമുക്ക് ലാസ്റ്റ് ടൈമിൽ നോക്കാം. അപ്പൊ നമുക്ക് ഇതുവരെ ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഡിറ്റക്റ്റീവ് മൈൻഡൊക്കെ ഓണാക്കി കിട്ടും. ഞാൻ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. പ്രോബ്ലം കാണുന്ന സമയത്ത് എനിക്ക് കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് പ്രോബ്ലത്തിൽ, അല്ലേ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്നും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. ആംഗിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടേ, ഞാൻ മാർക്ക് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇവിടെ 15 ഡിഗ്രിയാണ്, 15 ഡിഗ്രി. രണ്ടാമത് ഇവിടെയാണ് തന്നിട്ടുള്ളത് 45 ഡിഗ്രി. മൂന്നാമത്തെ ഇതിന് 30 ഡിഗ്രി. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികൾക്കെല്ലാം കളിക്കുടിക്കേണ്ട അകത്തുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. ഈ ക്വസ്റ്റ്യനും ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യനും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്?
അങ്ങനെ ഒരു ഒന്നാമത്തെ ഫോഴ്സിന്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ഫോഴ്സിനെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് 20 കിലോമീറ്റർ. വ്യത്യാസമൊന്നും കാണുന്നില്ല. 15 ഡിഗ്രി ആംഗിളും തന്നിട്ടുണ്ട്. വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ കളിക്കുടുക്കയിലെ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. കളിക്കുടുക്കേണ്ടതിൽ രണ്ടാമത്തെ എവിടെയെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എടുത്തെടുത്ത് എനിക്ക് പി എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം ഞാൻ കണ്ടുപിടിച്ചു. പി ആണ് തന്നിട്ടുള്ളത്. രണ്ടാമത്തെ വ്യത്യാസം നോക്കിയേ, ആംഗിൾ എങ്ങനെയാ തന്നിട്ടില്ലേ? ആ, ഫോഴ്സ് തന്നിട്ടില്ല, പകരം ഒരു പി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ നോക്കിയേ, ആംഗിൾ തന്നത് എവിടെയാണ്? ഈ ഒന്നാമത്തെ ഫോഴ്സും രണ്ടാമത്തെ ഫോഴ്സിന്റെ ഇടയിലുള്ള ആംഗിളാണ് എനിക്ക് 45 തന്നിട്ടുള്ളത്. അങ്ങനെ തന്നാൽ എനിക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഏതെങ്കിലും ആക്സിസിൽ വേണം ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ കണ്ടുപിടിക്കുക? സിമ്പിളാണ്. 45 ഇവിടെ, 15 ഇതിന്റെ കൂടെ എന്ന് വെച്ചാൽ 45 + 15 = ഓക്കെ. എല്ലാവർക്കും സംഭവങ്ങളൊക്കെ പിടികിട്ടുണ്ടല്ലേ? കളിക്കുറിക്കാണെന്ന് തോന്നുന്നു. അപ്പൊ 45 + 15 എന്ന് പറയുന്നത് എപ്പോഴും 60 ആയിരിക്കും. ഞാൻ ഈ 45 എന്ന് പറഞ്ഞ ആംഗിൾ മായ്ച്ചുകളയാണ്. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ടേക്ക് വരച്ചിട്ടത് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. അപ്പൊ അത് ഓക്കെ. കളിക്കുടിക്കേണ്ട രണ്ടാമത്തെ ചോദ്യം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത്തെ ഫോഴ്സിനെ ഞാൻ എടുക്കുകയാണ്. മൂന്നാമത്തെ ഫോഴ്സിന് എന്താ വ്യത്യാസമുള്ളത്? 30 കിലോന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഇതുവരെ കണ്ട ക്വസ്റ്റ്യനും ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താ വ്യത്യാസമുള്ളത്? ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്. നോക്കിയേ, ഓന്ന് ഇത്രയും കാലം നമ്മൾ ചെയ്തത് ഓന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പുറത്തേക്കായിരുന്നു ഫോഴ്സ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ കറക്റ്റ് ഓന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്താക്കണം? നമ്മൾ കറക്റ്റ് ഓന്നുള്ള പോയിന്റിൽ നിന്ന് പോകുന്ന രീതിയിലേക്ക് ആക്കണം. അതിന് നമ്മൾ ലോസ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസിൻ്റെ അകത്ത് പഠിച്ചിട്ടുണ്ട്. ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന അലോങ് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ ഫോഴ്സിനെ കൊണ്ടുപോകാന്നുണ്ട്. ഇതാണല്ലോ ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഇപ്പം വരച്ചത്. ആ ലൈനിൽ കൂടെ നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും ആ ഫോഴ്സിനെ കൊണ്ടുപോകാം. ഒരാളും ഒരു കുറ്റവും നിങ്ങളെ പറയില്ല അങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ സമയത്ത് ഈ 30 കിലോന്യൂട്ടൺ ഇവിടെ വരും, ഇങ്ങോട്ടേക്ക് എത്തും. ഓക്കെ, ലോജിക് മനസ്സിലായല്ലോ? 30 കിലോന്യൂട്ടണിനെ ഞാൻ ആ കറക്റ്റ് ലൈനിൽ കൂടെ താത്തി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എവിടെ വരിക? 30 ഡിഗ്രി എനിക്ക് ഇപ്പുറം തന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴത്തേക്ക് അത് എവിടെയാവും? ഈ ഡയറക്ഷനിലായിരിക്കും 30 ഡിഗ്രി ഉണ്ടാവും ആംഗിൾ. ഇനി എനിക്ക് എന്ത് വേണ്ട? ഇവനെ എനിക്ക് ആവശ്യമില്ല. ഇവനെ ഞാൻ മാറ്റി വിടുന്നു, ട്രാൻസ്ഫർ ചെയ്തു. എന്ത് ലോ വെച്ചാണ്? ലോസ് ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ് വെച്ചിട്ട് ഞാൻ ഇവനെ കളഞ്ഞു. ഒരു കുഞ്ഞ് റബ്ബർ ആയിപ്പോയി, അതുകൊണ്ടാണ് മയക്കാൻ കുറച്ച് സമയം എടുക്കുന്നത്. ഇനി നോക്കിയേ, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നമുക്ക് ചെയ്യാൻ? ഒരു ബുദ്ധിമുട്ടില്ല. y ആക്സിസിനെ വേണമെങ്കിൽ ഞാൻ നീട്ടി വരക്കാം. ഇനി എനിക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 3 ഫോഴ്സസ് തന്നിട്ടുണ്ട്. അതിന്റെ റിസൾട്ടന്റ് എപ്പോഴും ഏതിലൂട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഹൊറിസോണ്ടലാന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് എനിക്ക് കണ്ടുപിടിക്കാം എല്ലാ വാല്യൂസും. നമുക്ക് നോക്കാലോ അങ്ങനെ കണ്ടുപിടിക്കാം. പതിവ് പരിപാടി തന്നെ. സിഗ്മ f(x) എടുക്കും. എക്സ് ഡയറക്ഷനിലുള്ള ഓരോ ഫോഴ്സിന്റെയും കമ്പോണന്റ്. ഇപ്പോൾ ഒന്നാമത് 20ന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് തന്നെയാണ്. സോ 20 കോസ് ആയിരിക്കും. അവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കോസ് 50 കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഫോഴ്സ് തന്നിട്ടുള്ളത് പി എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ കമ്പോണന്റും പ്ലസ് തന്നെയാണ് വരിക. പ്ലസ് പി കോസ് 60 കഴിഞ്ഞില്ല. മൂന്നാമത്തെ ഫോഴ്സ് ഉണ്ട്, അത്രയും 30 കിലോന്യൂട്ടൺ. 30 കിലോന്യൂട്ടന്റെ മൂന്നാമത്തെ ഫോഴ്സ് ഉണ്ട്. അതിന്റെയും എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് തന്നെ ആയിരിക്കും? ഈ ഡയറക്ഷൻ തന്നെ ആയിരിക്കും അല്ലെ? പോസിറ്റീവ് ഡയറക്ഷൻ തന്നെ. അതുകൊണ്ട് പ്ലസ് 30
കോസ് ആണ് അവിടെ വരിക, കാരണം നമുക്ക് തീറ്റയുടെ 30 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. കോസ് 30 which is equal to 20 cos 15 plus p cos 60 plus 30 cos 30. എനിക്ക് പി കോസ് 30 ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ അകത്ത് ഒരു അൺനോൺ വാല്യൂ ഉണ്ട്. ബാക്കി രണ്ടിനെ എനിക്ക് വേണമെങ്കിൽ കൂട്ടാം. ഇത് രണ്ടിനെ എനിക്ക് ധൈര്യമായിട്ട് കൂട്ടാം. കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 20 cos 15 plus 30 cos 30. Answer will be പോണോട്ടെ. പറഞ്ഞോളൂ, നമുക്ക് എന്ത് സാധനങ്ങളാണ് പറഞ്ഞിരുന്നില്ലല്ലോ. ആൻസർ 45.29. ഓക്കെ, 45.29 പ്ലസ് ആര് ബാക്കിയുണ്ട്? പി കോസ് 60 അവിടെ ബാക്കിയുണ്ട്. എങ്ങനെയാണെന്ന് സിഗ്മ എഫ് ഓഫ് എക്സ് എനിക്ക് കിട്ടി. നൗ സിഗ്മ എഫ് ഓഫ് വൈ കണ്ടുപിടിക്കാം. സിഗ്മ എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൈൻ്റെ സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു വൈ ഡയറക്ഷനിലുള്ള എല്ലാ കമ്പോണന്റും എടുത്ത് നോക്കിയേ. ഒന്നാമത് 20 കിലോ ന്യൂട്ടന്റെ വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് എന്താണ്? 20 വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് വരും അങ്ങോട്ടേക്കാണ്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കായിരിക്കും അല്ലേ? അവിടെ ആംഗിള് നമുക്കില്ല, അതുകൊണ്ട് 20 sin 15. മുകളിലോട്ടേക്ക് ആയതുകൊണ്ട് തന്നെ പ്ലസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ മൈനസ് ഇടാനുള്ളത്. 20 sin 15. നെക്സ്റ്റ് പി എന്ന് പറഞ്ഞ ഈ ഫോഴ്സിന്റെ കമ്പോണന്റ് വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും വരിക. അത് പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ്. സോ അതിന് എനിക്ക് എന്താ പറയാ? പ്ലസ് പി സൈൻ, കാരണം അവിടെ ആംഗിൾ ഇല്ല, സൈൻ 60. കഴിഞ്ഞില്ല, ലാസ്റ്റത്തെ ഒരു ഫോഴ്സും കൂടി ഉണ്ട്. 30 കിലോ ന്യൂട്ടന്റെ ഫോഴ്സ് ആക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടേക്കായിരിക്കും? താഴത്തേക്കായിരിക്കും. താഴത്തേക്ക് എന്ന് പറയുമ്പോൾ -9.82. ഇതേതാ? കഴിഞ്ഞില്ല. അപ്പം 30 കിലോ ന്യൂട്ടന്റെ താഴത്തേക്കാണ് ആക്ട് ചെയ്യുക. അപ്പം -30. ഇവിടെ ആംഗിൾ ഇല്ല, ആംഗിൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ പാവത്താനായ സൈനാണ് വരിക. സൈൻ 30. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു പി സൈൻ 60 എന്ന് പറഞ്ഞ ഒരു ടേമിന് ഒരു അൺനോൺ ഉണ്ട്, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. ബാക്കി രണ്ട് ചെയ്ത് നോക്കി. 20 sin 15 മൈനസ് 30 sin 30 അത്ര കിട്ടിയ മൈനസ് ആരൊക്കെ വായിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയി കാണാൻ. -9.82 അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, -9.82 പ്ലസ് അവിടെ ബാക്കി കിടക്കുന്നതായിരുന്നു പി സൈൻ 60 അവിടെ തന്നെ ഉണ്ട്. പക്ഷെ എനിക്കൊരു ലോജിക്ക് അറിയാം. നമ്മൾ കുറച്ചു മുന്നേ നോക്കിയ സ്റ്റാർട്ടിങ്, ഈ ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ നോക്കിയ ലോജിക്ക് അറിയാം. നമ്മളെ റിസൾട്ടന്റ് ഹൊറിസോണ്ടലാന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. The resultant of the three forces is horizontal. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വൈ ആക്സിസിൽ, അതായത് സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 ആണെന്നല്ലേ? എഫ് ഓഫ് വൈ ഈക്വൽ ടു 0 ആണെന്നാണ് അതിന്റെ അർത്ഥം. വിച്ച് ഇംപ്ലൈസ് എന്തൊക്കെയാണുള്ളത്? സിഗ്മ എഫ് ഓഫ് വൈ എന്ന് വെച്ചാൽ -9.82 പ്ലസ് പി സൈൻ 60 എന്ന് പറയുന്നത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടത് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡയറക്റ്റ് പി സൈൻ 30 ഈക്വൽ ടു ഈ ഒരു സാധനം 0ന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ, ഈക്വൽ ടു മാർക്കിന്റെ അപ്പുറം പോകുമ്പോൾ മൈനസ് ചിഹ്നം പ്ലസ് ആയി മാറും. അതുകൊണ്ട് 9.82 ആണെന്ന് പറയാം. പി ഈക്വൽ ടു 9.82 divided by sin
അല്ലേ? ഈക്വൽ ടു ഇപ്പുറം വരുമ്പോൾ ഡിവൈഡഡ് ബൈ വരും. ഡിവൈഡഡ് ബൈ സൈൻ 30. പിന്റെ ഉത്തരം കിട്ടി. എത്രയാണ്? 9.82 ഡിവൈഡ് ബൈ സൈൻ 30. എത്ര കിട്ടും? ഒന്നും കിട്ടിയില്ലേ? $19.64. ഓക്കെ, 19.64 ഓക്കെ കിലോ ന്യൂട്ടൺ. പ്ലസ് ആണല്ലോ കിട്ടിയേ. പിന്റെ വാല്യൂ 19.64 കിലോ ന്യൂട്ടൺ ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിച്ചൂടെ? ഇനി പിന്റെ ഉത്തരം എനിക്ക് കിട്ടി. പി ഈസ് ഈക്വൽ ടു 19.14 ആണ്. അപ്പൊ എനിക്ക് ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എന്ത് ഇതായിട്ട് കണ്ടുപിടിക്കാം? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ സിഗ്മ എഫ് ഓഫ് എക്സിന്റെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്. സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കിട്ടിയെന്ന് വെച്ചാൽ 45.29 പ്ലസ് പി കോസ് 60. 45.29 പ്ലസ് പി കോസ് 60 which is equal to 45.29 പ്ലസ് പിന്റെ ഉത്തരം എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് 19.64 ടു കോസ് 60. എത്ര കിട്ടും? സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 45.29 plus 19.64 into cos 60. Answer എനിക്ക് കിട്ടണം 55.11 5.11 കേട്ടില്ലേ? ഇത്രയും എന്തെന്ന് കിലോ ന്യൂട്ടൺ. സിഗ്മ എഫ് ഓഫ് എക്സ് തന്നെ ആയിരിക്കും എന്തെന്ന് റിസൾട്ടൻറ്റും. കാരണം നോക്കിക്കോ, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഓഫ് വൈന്റെ സ്ക്വയർ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 55.11ന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഓഫ് വൈ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 0 ആണ്. സ്ക്വയർ എന്നുവെച്ചാൽ എന്തെന്നെ കിട്ടുക? 5.11 കിലോ ന്യൂട്ടൺ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിനെ ഞാൻ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് വരും? എക്സ് ആക്സിസ് അവിടെ തന്നെയുണ്ട്. പി സൈൻ 60 എവിടെ? എവിടെയാണ്? സൈൻ 60 എവിടെയാണ് വരുന്നത്? സർ അവിടെ p sin 30 വരുന്നത്. ഇവിടെ സിഗ്മ f of y is equal to 0 അവിടെ ഇല്ല. f of y equal to 0 ഉണ്ടാകത്ത്. അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പിൽ p sin 30 ഇങ്ങനെയാണ്. സെക്കൻഡ് സ്റ്റെപ്പില് P20 sin 15 പ്ലസ് P sin 60. താഴത്ത് ഇവിടെയോ? അത് ഞാൻ എഴുതിയത്ത് മാറിപ്പോയല്ലോ. താങ്ക് യു. ഞാൻ എഴുതിയത്ത് തെറ്റിപ്പോയത് കേട്ടോ. അപ്പൊ നമ്മളെ കഥകളൊക്കെ മാറി. ഇവിടെ P sin 60 തന്നെയാണ്.
60 ആയിരുന്നേ, 60 ആണ്. അപ്പോൾ ഈ വാല്യൂ മാറും. സോറി, അമൽനീരത്തിന്റെ പടം പോലെ സ്ലോ മോഷനിൽ ചെയ്തുകൊണ്ട് പണി കിട്ടിയതാണ്. ഇതിന്റെ ഉത്തരം എത്ര കിട്ടി? ഈക്വൽ ടു, അപ്പം വാല്യൂ മാറും. ഏകദേശം 11.34 കിട്ടൂലേ? 7.34 കിട്ടുന്നത് കിലോ ന്യൂട്ടൺ. സോറി, അപ്പൊ അത് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണേ. അങ്ങനെ നമ്മളോട് ശബ്ദം പറ്റിപ്പോയല്ല. ഞാൻ പിക്ക് പകരം ആ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. 11.34 cos 60. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മാറും. ആൻസർ വിൽ ബി 50.97 അല്ലേ? 0.97 കിലോ ന്യൂട്ടൺ കിട്ടും സിഗ്മ എഫ് ഓഫ് എക്സ്. ഇതൊക്കെ തെറ്റി. Therefore resultant are the square root of sigma f of x in the square plus sigma f of y in the square root of 50.97. 97 square plus 0 square 50.97 തന്നെ കിലോ ന്യൂട്ടൺ. ചെറിയൊരു അബദ്ധം പറ്റിപ്പോയതാണേ എഴുതുന്ന സമയത്ത്, ഒന്ന് ക്ഷമിച്ചേക്ക്. അപ്പോൾ റിസൾട്ടൻ്റ് എനിക്ക് കിട്ടി. ഞാൻ അതിനടുത്ത് ഗ്രാഫിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. സിഗ്മ എഫ് ഓഫ് എക്സ് എനിക്ക് കിട്ടിയത് പ്ലസ് 50.97 ആണ്. അതിൻ്റെ ഇങ്ങോട്ടേക്ക് മാറി സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 50.97 കിലോ ന്യൂട്ടൺ. റിസൾട്ടൻ്റും ഒന്ന് തന്നെയാണ്, ഇത് തന്നെയാണ്. ഓക്കെ, സിഗ്മ എഫ് ഓഫ് വൈ ഇല്ല, 0 ആണ്. അതുകൊണ്ട് ആ പോയിന്റ് അവിടെ തന്നെ ഇട്ടു. ഇനി എൻ്റെ അടുത്ത് ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു നോക്കിക്കോ. ഇനി ചോദിച്ച ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് സംഭവം പിടി കിട്ടും. വാട്ട് ഷുഡ് ബി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ഫോർത്ത് ഫോഴ്സ്? നാലാമതൊരു ഫോഴ്സ് ആക്ട് ചെയ്യാണ്. ആക്ടിങ് അറ്റ് പോയിന്റ് ഓ അലോങ് വിത്ത് ഗിവൺ 3 ഫോഴ്സസ്. ഈ തന്നിരിക്കുന്ന 3 ഫോഴ്സിനോട് ഒരു ഫോഴ്സും കൂടി വെക്കണം. അത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? ഇക്വിലിബ്രിയം ആവണം. അത് ഏതായിരിക്കും ഫോഴ്സ്? നമുക്കറിയാം, ഇപ്പോൾ ആക്ട് ചെയ്ത 3 ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്, ആരായിരിക്കും ദാസ് പറഞ്ഞത് വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ടേക്കാണ് ഇപ്പൊ നെറ്റ് എഫക്റ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ തടഞ്ഞു വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഈ നാലാമത്തെ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇട്ടാൽ പോരെ. ഒരു ഫോഴ്സിനെ ഞാൻ ഇടുകയാണ് ഇങ്ങോട്ടേക്ക്. അതിന്റെ വാല്യൂ വരുന്നത് 50.97 ആണ് കിലോ ന്യൂട്ടൺ. ഇങ്ങനെ ഒരു ഫോഴ്സ് ഞാൻ ഇട്ട് കൊടുത്താൽ പിന്നെ ഈ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് അനങ്ങുമോ? നിന്നൊക്കെ തന്നെ ഉണ്ടാവില്ലേ? നമ്മൾ ഫെവിക്കോളിന്റെ പരസ്യത്തിന്റെ അകത്തൊക്കെ കാണുന്നില്ലേ? അപ്പം ശരിയാ, മൈനസ് 50.97 കിലോ ന്യൂട്ടൺ എന്നുള്ളൊരു ഫോഴ്സ് ആണ് നമുക്ക് നാലാമതായിട്ട് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നിന്നോളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സമയം തീർന്നുപോയി. സെറ്റല്ലേ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.